പൊതുവേ വിവാദ വിഷയങ്ങളിലൊന്നും ഇടപഴകുന്നത് എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യമാണ്. എത്ര ശ്രമിച്ചിട്ടും കാര്യമല്ല. ഈ വിവാദ വിഷയങ്ങളായിരിക്കും നമ്മൾ അറ്റൻഷനിലേക്ക് എപ്പോഴും കൊണ്ടുതരിക. കഴിഞ്ഞ ദിവസം എനിക്ക് വളരെ വിഷമം തോന്നിയ ഒരു പോസ്റ്റാണ്. ഞാനൊക്കെ ഹൃദയപൂർവ്വം സ്നേഹിക്കുന്ന, എൻ്റെയൊക്കെ കുട്ടിക്കാലം തൊട്ടേ മഹാനായ പ്രവാചകൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട, ഞങ്ങൾ ചങ്കോട് ചേർത്ത് വെക്കുന്ന മഹാന പ്രവാചകൻ ഈസാ നബിയെ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് വളരെ മോശം ഒരു പ്രയോഗം ഒരു സഹോദരി, അവരും ഒരു വിശ്വാസ സമിതിയിൽ ഊന്നി ജീവിക്കുന്നവരാണ്. വിശ്വാസം യഥാർത്ഥ രീതിയിൽ ഉൾക്കൊള്ളപ്പാണ് നമ്മൾ മറ്റു മതങ്ങൾ വിമർശിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് വളരെ വിഷമം തോന്നി അവരുടെ ജനനത്തെക്കുറിച്ചാണ്. പലപ്പോഴും ഈ ജനനത്തെക്കുറിച്ച് നമ്മളൊക്കെ ഒരുപാട് പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട്. ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് അത് നമ്മൾ ഉറച്ച് വിശ്വസിക്കുമ്പോഴും ചില ശങ്കകൾ നമ്മളൊക്കെ മനസ്സിലുണ്ടാവാറുണ്ട്. യേശുവാണ് അതുപോലുള്ള പല ചിന്തകളും നമ്മൾ ഉദിച്ച ഒരു മഹാനായ പ്രവാചകനാണ്. ഞാൻ പ്രവാചകൻ എന്നാണ് വിശ്വസിച്ചത്. യേശുവിനെ ദൈവപുത്രൻ എന്ന് വിശേഷിപ്പിക്കുന്നവരുമുണ്ട്. അതിലൊന്നും കുഴപ്പമില്ല. ഓരോരുത്തർക്കും അവനവൻ്റെ വിശ്വാസം സ്വസ്ഥതയും സമാധാനവും നൽകുമെങ്കിൽ ഏത് രീതിയിലും അതിനെ വിശ്വസിക്കുക എന്നുള്ളതാണ്. ഈ പ്രവാചകൻ്റെ ജനനത്തെക്കുറിച്ച് ഞാനിത് പറയാൻ കാരണം വെച്ചാൽ ഇപ്പോൾ ഞാനൊരു മാപ്പിളപ്പാട്ട് വെറുതെ രാവിലെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ ഈ പ്രവാചകനെക്കുറിച്ചാണ് പറയുന്നത്. ഈ പ്രവാചകൻ്റെ പിറവിയെക്കുറിച്ചും ആ പരിശുദ്ധമായ വിശ്വാസികളുടെ മാതാവ് എന്ന് വിശേഷിക്കുന്ന മറിയം ഉമ്മയെക്കുറിച്ചൊക്കെയാണ് അതിൽ പറയുന്നത്. അമ്മയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ എനിക്കിതിനെക്കുറിച്ചൊന്ന് പ്രതിപാദിക്കണമെന്ന് തോന്നി. യേശുവിനെക്കുറിച്ച് ഒരുപാട് വിശ്വാസങ്ങൾ നമ്മൾ സ്പിരിച്വൽ സ്കൂളുകളിൽ പഠിച്ചിട്ടുണ്ട്. യേശുവിനെ കൊല്ലാൻ അവർ ശ്രമിച്ചു. ഈസാ നബിയെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ കൊല്ലാൻ അനുവദിച്ചില്ല. ദൈവം അവനിലേക്ക് ഉയർത്തി എന്നാണ് വിശ്വസിപ്പിക്കുന്നത്. ആ സ്പോട്ടിൽ ഉയർത്തി എന്നാണ് ശാന്തിധർമ്മത്തിൽ വിശ്വസിക്കുന്നത്. ശാന്തിധർമ്മം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ല, അറബി വാക്ക് ഉപയോഗിക്കുന്നില്ല. കാരണം അറബി വാക്കുകൾക്കൊക്കെ ഇന്ന് അതിന് മറ്റൊരർത്ഥങ്ങളാണ് കൊടുക്കുന്നത്. ഓരോ മതത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ നമുക്ക് സമാധാനമാണ് വരേണ്ടത്. ക്രിസ്തുമതം എന്ന് കേൾക്കുമ്പോൾ യേശുവിൻ്റെ ആ സമാധാനമായ രൂപമാണ് നമ്മൾ പ്രത്യക്ഷപ്പെടേണ്ടത്. സനാതനധർമ്മം എന്ന് പറയുമ്പം ആ ശാന്തിയാണ് നമ്മൾ പ്രത്യക്ഷപ്പെടേണ്ടത്. ഇസ്ലാം എന്ന് പറയുമ്പം ഇസ്ലാമിലെ സലാം, സമാധാനമാണ് നമുക്ക് പ്രത്യക്ഷപ്പെടേണ്ടത്. ഇതൊന്നുമല്ല ഇന്ന് പ്രത്യക്ഷപ്പെടുന്നത്. മറിച്ച് നാട്ടിൽ നടക്കുന്ന ഈ മതങ്ങളെ രാഷ്ട്രീയവൽക്കരിച്ചപ്പോൾ ഉണ്ടായ രാഷ്ട്രീയം മതവിശ്വാസങ്ങളിലേക്ക് ഒരു വൈറസായി കടന്നു വന്നപ്പം ഇതിനൊക്കെ മറ്റു വിപരീതാർത്ഥം വന്നതുകൊണ്ടാണ് ആ വാക്കുകൾ പ്രയോഗിക്കേണ്ടതെന്ന് പറയുന്നത്. ഓരോ മനുഷ്യൻ്റെയും വിശ്വാസങ്ങളെക്കുറിച്ച് ഇതുപോലെ പല ആശങ്കകൾ ഉണ്ടാവുന്നുള്ളതാണ്. പക്ഷേ അതൊക്കെ ചോദ്യം ചെയ്യപ്പെടണോ, അതിൻ്റെ പേര് തർക്കിക്കപ്പെടണോ, അതിനുള്ളിൽ കലഹിക്കേണ്ടതോ ഉണ്ടോ? ഇല്ല എന്നുള്ളതാണ്. ഒരു മനുഷ്യൻ്റെ വിശ്വാസം, എൻ്റെ മനസ്സിലെ വിശ്വാസം യേശു മരിച്ചിട്ടില്ല എന്ന് വിശ്വാസമെങ്കിൽ ആ വിശ്വാസം എന്നിലുള്ളത് കൊണ്ട് അതുകൊണ്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. യേശുവിനെക്കുറിച്ചുള്ള മനോഹരമായ ആ ഓർമ്മകൾ, നമ്മൾ പഠിച്ച ആ ഒരു സന്ദേശങ്ങൾ, അത് ഉള്ളിടത്തോളം കാലം അതിന് ജീവനുണ്ട്. മനസ്സിലായില്ലേ? അതുപോലെ യേശു ലോകാവസാനമാകുമ്പോൾ വരുമെന്ന് പറയുന്നുണ്ട്. ലോകാവസാനമാകുമ്പം യേശു തിരിച്ചു വരുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കലാലയത്തിൽ പഠിച്ചിട്ടുണ്ട്. ധാർമ്മിക കലാലയങ്ങളിൽ പഠിച്ചിട്ടുണ്ട്. യേശു എന്ന് പറയുന്ന മഹാനായ ഈസാ നബി എന്ന പ്രവാചകൻ ലോകാവസാനമാകുമ്പം വരും. അവർ വന്നു കഴിഞ്ഞാൽ ലോകത്ത് അധാർമികതകൾ ഇല്ലാതാവും. ലോകത്ത് അധാർമിക കുത്തുവാഴുന്നൊരു സമയത്തായിരിക്കും യേശു വരിക. അത് ഇസ്രായേലിലാണ് വരിക എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു ഡോക്ടറായ ബയോളജിയും ശാസ്ത്രവും പഠിച്ച നിങ്ങളിതൊക്കെ വിശ്വസിക്കുന്നുണ്ടോ ഡോക്ടറെ എന്ന് ചോദിക്കുമ്പം, വിശ്വസിച്ചാൽ എന്താ കുഴപ്പം? എന്തെങ്കിലും ഉണ്ടോ? നമുക്കൊരു സ്പിരിച്വാലിറ്റി, നമുക്കതൊരു മോട്ടിവേഷനും പ്രചോദനവും നമുക്ക് സ്വസ്ഥതയും സമാധാനവുമാണ് നൽകുന്നതെങ്കിൽ വിശ്വസിച്ചുകൊണ്ടൊരു കുഴപ്പമില്ല. അതിനുവേണ്ടി തർക്കിക്കുമ്പം നമുക്ക് ഈ സ്വസ്ഥതകളും അസ്വസ്ഥതകളും നഷ്ടപ്പെടുകയാണ് ചെയ്യുക. ബാക്കിയൊക്കെ ദൈവത്തിനറിയാം. ദൈവം എന്തൊക്കെ ചെയ്യുന്നു എന്ന് നമുക്കറിയാം. ദൈവം ഉണ്ട്, ഇല്ല, അതിന് തർക്കിക്കേണ്ട കാര്യമുണ്ടോ? ഉണ്ടെങ്കിൽ എന്താ, ഇല്ലെങ്കിൽ എന്താ? ഉണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇത് കുഴപ്പം സംഭവിക്കുന്നുണ്ടോ? ഉണ്ട് എന്നുള്ളതൊരു മനുഷ്യന് കരുത്തും സ്വസ്ഥതയും ഈ ജീവിതത്തിൽ എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കരുത്തും ജീവിതത്തിന് ലക്ഷ്യവും നൽകുമെങ്കിൽ അതാ മനുഷ്യന് ദൈവം ഉള്ളതിന് തുല്യം തന്നെയാണ്. അതിനെക്കുറിച്ച് തർക്കിക്കേണ്ട കാര്യമല്ല. യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് തർക്കിക്കേണ്ട കാര്യമൊന്നുമില്ല. അതുപോലെ തർക്കിക്കേണ്ടി വന്ന ഒരുപാട് വിഷയങ്ങൾ തർക്കിക്കാനുണ്ടാവും. അതൊന്നും തർക്കിക്കേണ്ട കാലം. ഓരോ മനുഷ്യനും അവനവൻ്റെ വിശ്വാസം അവനവൻ്റെ ഉള്ളിലെ ജീവനായി നിലനിർത്തുക, അതിൽ നിന്നുള്ള പ്രചോദനം ഉൾക്കൊണ്ട് അത് ഈ ജീവിതത്തിൽ മനുഷ്യന് കരുത്ത് നൽകാൻ ഉപകാരപ്പെടുത്തുക, ശാന്തിയും സമാധാനവും കിട്ടാൻ വേണ്ടി ഉപകാരപ്പെടുത്തുക. അത്രയും ചെയ്യേണ്ടതുള്ളൂ. അല്ലാണ്ട് ഇതിനൊക്കെ അങ്ങനെ ചോദ്യം ചെയ്ത് തർക്കിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാവേണ്ട ഒരു കാര്യവുമില്ല. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയമാണ് സമാധാനം എന്നുള്ളത്. പക്ഷേ ആ വാക്ക് മനുഷ്യൻ മെഡിറ്റേറ്റ് ചെയ്യുന്നില്ല. മറിച്ച് അതിൻ്റെ ഓപ്പോസിറ്റാണ് പറയുന്നത്.
സലാം, ശാന്തി, സമാധാനം എന്നൊക്കെ പറയുന്നതിൻ്റെ ഓപ്പോസിറ്റാണ് പറയുന്നത്. അതുകൊണ്ടാണ് മനുഷ്യന് ഇന്ന് ധാർമ്മികത കിട്ടാത്തതൊക്കെ. ഞാൻ എനിക്ക് പേഷ്യൻ്റ് ഒന്നും പിന്നെ പറയാം കേട്ടോ.